ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു നെപ്പോ ബോംബിനെ കുറിച്ചാണ്. അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. പടം തുടങ്ങാൻ തന്നെ ഒരു തല്ലിപ്പൊളി പാട്ട് കാട്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ആ വെറുപ്പി പാട്ട് പാടി ആ വെറുപ്പി പെണ്ണ് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു ഒറ്റ ചാട്ടം ചാടും. അങ്ങനെ അവള് പാടാവും. ഈ പ്രാവശ്യം ഇവർക്ക് ടൊമാറ്റോ സോസ് കിട്ടിയില്ല എന്ന് തോന്നുന്നു. അത് കാരണം ചോക്ലേറ്റ് സിറപ്പ് ഒക്കെ തുപ്പണേ. ഇത് കഴിഞ്ഞിട്ട് ഒരു കല്യാണം വീട് കാണിക്കും. എന്നിട്ട് പഴകി പഴകി വളിച്ചു പോയി ഒരു പാട്ട് ഇട്ടിട്ട് ഒരു ഡാൻസ് കളിക്കും. പിന്നെ ഈ പാട്ട് കഴിഞ്ഞ് കഴിയുമ്പോ ദ്രവിക്കാറായിട്ടുള്ള ഒരു പീക്കിരി കയറും കൊണ്ടിട്ട് തൂങ്ങാനായിട്ട് ഒരുത്തം പോവും. എന്നിട്ട് നിങ്ങൾക്ക് അറിയാലോ ഒരു കോമഡി പിണ്ടാവും. ആ കയറ് പൊട്ടി. ഞങ്ങ വേണമെങ്കിൽ പുതിയൊരു കയറ് വാങ്ങി തരാം, ഒന്ന് പോയി ചാവോ. പിന്നെ അവന്റെ വീട്ടിലേക്ക് നാട്ടുകാര് വന്നിട്ട് അവനെ രക്ഷിക്കും. പിന്നെ അവൻ എന്തിനാ തൂങ്ങിയെന്നറിയോ? നാട്ടിലെ ഏത് പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞാലും ആ പെൺകുട്ടിയായിട്ട് പ്രേമാണെന്ന് പറഞ്ഞിട്ട് സാബു ആത്മഹത്യ ചെയ്യാൻ പോകും. അല്ല, ഈ ചളി ഞാൻ എവിടെയോ കേട്ടിട്ടില്ല. ആ ഇത് നമ്മുടെ പേട്ടനും മേട്ടനും കൂടി അഭിനയിച്ച പടത്തിലല്ലേ? 5-6 മാസം കൂടുമ്പോ ചെറുക്കനൊരു പ്രേമം വരും, കുറച്ചു ദിവസം കഴിയുമ്പോ അതിന്റെ കല്യാണവും വരും. അവിടെ പോയി അലമ്പുണ്ടാക്കൽ അവന്റെ പ്രധാന പണി. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. പിന്നെ കയറുമ്പോ തൂങ്ങിയ ആള് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കാണിക്കും. അയാൾ അപ്പുറത്തിരിക്കുന്ന ആളോട് ഞാൻ അന്ന് അവിടെ പ്രൊപ്പോസ് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയും. അപ്പൊ മറ്റേ ആൾ ഒരു കോമഡി പറയും. ഓ, അപ്പൊ ഇത് മറ്റേതാണല്ലേ? മറ്റേതാ? ആ, ഹൈവേ. ഹൈവേ ഒരാൾക്ക് മാത്രം അങ്ങോട്ട് തോന്നുന്ന സ്നേഹം ഉണ്ടല്ലോ, അത്. വായി പന്നിപ്പടക്കം വെച്ചൊന്ന് പൊട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് അന്ന് കല്യാണം കഴിഞ്ഞ കപ്പിൾസിന് കാണിക്കും. അതിൽ ആ പെണ്ണെന്ന് ഹണിമൂണിന് പോണ്ടേന്ന് അവനോട് ചോദിക്കും. അപ്പൊ അവൻ പറയും ഞാൻ ഭയങ്കര ബിസിയാണെന്ന്. ഷാഹിന, എനിക്ക് ഓഫീസിൽ നല്ല തിരക്കാണ്, മാക്സിമം ഒരു ദിവസം, അതിൽ കൂടുതൽ മാറി നിൽക്കാൻ പറ്റില്ല. അതെ, ഭയങ്കര ബിസിയാണ്. അവന്റെ ഓഫീസിലെ പണി എന്നിട്ട് അത് വെച്ച റീല് കണ്ടിരിക്കുക. അതെന്താടാ റീല് കണ്ടിരിക്കുന്ന ഒരു പണിയല്ലേ? പിന്നെ ഇവരുടെ വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഇവരെ ഹണിമൂണിന് അയക്കാനായിട്ടുള്ള സ്ഥലം ഡിസ്കസ് ചെയ്യും. അപ്പൊ ആ പെണ്ണിന്റെ മാമൻ ഒരു ഗംഭീര സ്ഥലം തന്നെ പറഞ്ഞു കൊടുക്കും. കുളുമണാലി അല്ലെന്നേ, കിട്ടി. സ്ഥലത്തിന്റെ പേര് പിക്നിക്ക്. വല്ലതും മനസ്സിലായ? തമാശയാണ്. ഇവര് പറഞ്ഞിട്ട് ഇവരെന്നെ ചിരിച്ചപ്പോഴെങ്കിൽ മനസ്സിലായത് കോമഡിയാണെന്ന്. നാട്ടുകാര് ചിരിക്കില്ല എന്ന് മനസ്സിലായിട്ട് അവരെന്നെ ചിരിച്ചു. ഇതൊക്കെ എന്ത് കോമഡി! നിങ്ങൾ ഈ കോമഡി കാണണം. ഒരു ദിവസം മാമൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോണ സമയത്ത് പേഴ്സ് എടുത്തില്ല. അപ്പൊ ഒരു കോമഡി ഉണ്ട്. 78 ഉറുപ്പിക. അടച്ചോനെ, പേഴ്സ് എടുത്തില്ല. ഫോണുണ്ടല്ലോ, ഗൂഗിൾ പേ ഇല്ലേ? ശിവരമ്മ, നീ എന്റെ കാശ് കൂടെ കൊടുത്തരേ, ഞാൻ ഗൂഗിൾ പേ എടുക്കാൻ മറന്നു. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്, അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്, റിയലി റിയലി അമേസിംഗ്. പിന്നെ ഇവരുടെ വീട്ടുകാർ ഇവനോട് 2 ദിവസം ലീവ് എടുക്കാനായിട്ട് പറയും. അപ്പൊ അവൻ ഭയങ്കര ബിസിയെന്ന് പറയും. ഓഫീസ് വിട്ട് ഒരു ദിവസം കൂടുതലൊന്നും എനിക്ക് നിൽക്കാനാവില്ല. ഇതിപ്പോ പോട്ടന്റെ ലോട്ടറി അടിച്ച പോലെ. ഇത് കേട്ടിട്ട് വീട്ടുകാർ ഇവനോട് അന്നാ നീ ശനിയാഴ്ച ഫ്രീ ആണോ എന്ന് ചോദിക്കും. അപ്പൊ അവൻ പറയും ഈ പറഞ്ഞ ശനിയാഴ്ചയും അത് കഴിഞ്ഞിട്ടുള്ള ശനിയാഴ്ചയും എന്റെ വല്യപ്പനും വല്യമ്മയും പാടായ എന്റെ ആണ്ടാണെന്ന് പറയും. പൈസ എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പൈസയുടെ ബാപ്പയുടെ ആഘോഷിച്ചാലോ? എന്റെ ബാപ്പ ജീവിച്ചിരിപ്പുണ്ട്. ജീവിച്ചിരിക്കുന്ന ബാപ്പാണ്ടാണ് കഴിക്കുന്നത്. ബാപ്പ ജീവിച്ചിരിക്കുമ്പോ ആഘോഷിക്കുമ്പോ ബാപ്പയ്ക്കും പങ്കെടുക്കാലോ. അതൊരു വെറൈറ്റി അല്ലേ? അവസാനം പെണ്ണെന്നാ നമുക്ക് രാത്രി ഒരു പാർട്ടിക്ക് പോയാലോ എന്ന് അവനോട് ചോദിക്കും. അപ്പൊ അവൻ പറയും എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ ഒന്നാണ് ഷാഹിദൊക്കെ. ഇദ്ദേഹത്തിന് വയ്യാണ്ടായി ഇൻ ദ സെൻസ് ലിറ്ററലി വയ്യാണ്ടായി. പിന്നെ അവസാനം ഇവിടെ നിർബന്ധിച്ചിട്ട് ഇവനങ്ങ് സമ്മതിക്കും. എന്നിട്ട് ഇവൻ കാറും കൊണ്ടുവരും പാർട്ടിക്ക് പോവാനായിട്ട്. അപ്പൊ അവള് ബൈക്കിൽ പോവാന്ന് പറയും. പക്ഷെ ഇവന് ബൈക്ക് ഓടിക്കാൻ അറിയില്ല. എന്ത് ദുരന്താടാ നീ! അവസാനം അവള് ബൈക്ക് ഓടിക്കും. എന്തുവാടാ ഇത്? നീ എന്തിനാ മിസ്റ്റർ ബീനെ പോലെ ഇരിക്കുന്നത്? പിന്നെ ഇവര് രാത്രി ആവുമ്പോ പാർട്ടി നടക്കുന്ന സ്ഥലത്തെത്തും. എന്നിട്ടൊരു വൈബ് പാട്ട് ഇട്ടിട്ട് ഡാൻസ് കളിക്കും. നിന്റെ ചാരുസ്മിതം തൂകും മാന്തളി ചുണ്ടിന ലാവണ്യപ്പൂക്കളിയോ. ആ പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല വൈബ് സോങ് ആണല്ലോ. എടാ ഇതിന്റെ പേര് നോട്ട് ചെയ്തോട്ടെ. അറിയാണ്ട് പോലെ ഈ പേട്ടുപാട്ട് പാർട്ടിക്ക് ഇടരുത്. പിന്നെ പാർട്ടി നടക്കണ അവിടെ 2 കോഴികൾക്ക് ഇവിടെ കാണുമ്പോ അങ്ങ് ക്രിമികടി തോന്നും. എന്നിട്ട് ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവനൊരു കോള കൊടുക്കും. അപ്പൊ തന്നെ അവൻ വീഴും. അത് കഴിഞ്ഞിട്ട് ഈ സിനിമയിലെ ഡയറക്ടർ ഇവൻ എങ്ങനെ താഴെ വീണേന്ന് ഒരു ട്വിസ്റ്റ് പോലെ നമ്മളെ കാണിക്കും. ആ കോളയിൽ പൊടി മിക്സ് ചെയ്തിട്ട് അവന് കൊടുക്കണത് നമുക്ക് കാട്ടി തരും. നമുക്കാരെങ്കിലും മനസ്സിലായില്ലെങ്കിലോ? യജാതി ട്വിസ്റ്റ് അല്ലേ, ദൃശ്യം ലെവല് ട്വിസ്റ്റ്. പിന്നെ കോഴികൾ അവളെ വന്ന് ശല്യം ചെയ്യും. അപ്പൊ അവള് ബൈക്ക് എടുത്തിട്ട് പോവും. അപ്പൊ അങ്ങോട്ട് അവന്മാര് വന്നിട്ട് പിടിക്കും. അപ്പൊ അവളെ രക്ഷിക്കാനായിട്ട് ഒരു രക്ഷകൻ വരും.
ഏകദേശം മമ്മൂട്ടിയുടെ ലുക്കുള്ള എനിക്ക് ലുക്കുണ്ടായിട്ട് കാര്യമില്ല, അങ്ങനെ കഴിവ് വേണം. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. ഞാൻ കുറച്ചാൽ അങ്ങോട്ട് മാറി നിന്നപ്പ നീയൊക്കെ കൂടെ സീനാക്കുകയാണ്. പിന്നെ നമ്മുടെ മുഖച്ചായ സ്റ്റാർ അവിടെയുള്ള അവന്മാരോട് മാസ് ഡയലോഗൊക്കെ അടിക്കും. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പീഡിപ്പിച്ച വീഡിയോ ഒക്കെ വരുമ്പോ ഓരോരുത്തന്മാര് കമന്റ് ഇടും, തല്ലിക്കൊല്ലണവന്മാരെ സാധനം ചെത്തിക്കളണമെന്നൊക്കെ. ഈ സോഷ്യൽ മീഡിയയിൽ പീഡനം നടന്നു കഴിഞ്ഞ് പറയുന്നതിന് നല്ലത് നടക്കും മുമ്പേ അത് ചെത്തിക്കളയുന്നതല്ലേ അതിന്റെ ഒരു ഇത്. തിയേറ്ററിൽ കയ്യടി കിട്ടാൻ വേണ്ടി എഴുതിയ ഡയലോഗാ. തിയേറ്ററിൽ ഓടാത്തോണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പൊ കയ്യടിക്കാം. മമ്മൂട്ടി ഫൈറ്റ് ചെയ്യണ പോലെ തന്നെ. പിന്നെ ഇവൻ അവളും കൂടി അവന്മാരൊക്കെ ഇടിച്ചു കൂട്ടും. എന്നിട്ട് പാർട്ടി നടന്ന സ്ഥലത്ത് പോവും. അപ്പൊ അവളുടെ ഹസ്ബൻഡ് താഴെ കിടക്കുന്നത് കാണും. അപ്പൊ അവള് മൈൻഡ് ചെയ്യാണ്ട് അവന്റെ കൂടെ വീട്ടിക്ക് പോവും. എന്റെ പൊന്നേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ട വേണ്ടെന്ന്. പിന്നെ ഒരു രണ്ടുപേരും ബൈക്കിൽ പോയിട്ട് മോർണിംഗ് ആവും. എന്നിട്ട് ഒരു സ്ഥലത്ത് എത്തുമ്പോ ഇവൻ വണ്ടി സൈഡാക്കിയിട്ട് ഒരു പഞ്ച് ഡയലോഗ് അടിക്കും. ഇതെന്താ ഇവിടെ? കൊറേ പിടിച്ചിരിക്കുന്നു, വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ട്. ഇയാൾക്ക് വേണോ? എന്ത് വേണോന്ന്? ഇയാൾ എന്നിട്ട് ഇത് ഷെയർ ചെയ്യാൻ വല്ല കൂൾ ഡ്രിങ്ക്സ് ആണോ ഇത്? പിന്നെ ഇവനെ ഒരു സൈഡിൽ പോയിട്ട് മുള്ളാൻ പോവും. അപ്പൊ അങ്ങോട്ട് നമ്മുടെ തമാശക്കാരൻ വന്നിട്ട് ഒരു തമാശ പറയും. പുറത്തേക്ക് വരാനാച്ചിട്ട് ആരെ പൊരിച്ചടിച്ചു. എന്തോ ഒരു ചീഞ്ഞ സ്മെല്ല്. എടാ അവൻ പറഞ്ഞ കോമഡി ചെയ്യന്താ. പിന്നെ ഇവര് രണ്ടുപേരും ബൈക്കിൽ പോകുന്നത് നമ്മുടെ തമാശക്കാരൻ കാണും. എന്നിട്ട് നാട്ടുകാരോട് അതും ഇതും പറഞ്ഞിട്ട് അവർക്ക് പണി കൊടുക്കും. പിന്നെ അവൻ അവളുടെ വീട്ടിൽ കൊണ്ടാക്കും. എന്നിട്ട് അവള് റൂം കുറ്റിയിട്ടിട്ട് ഡ്രസ്സ് മാറിയിട്ട് അവിടെ കിടന്ന് കരയും. അല്ല, അവള് കരയണ സമയത്ത് കറക്റ്റ് മാച്ച് ആയിട്ടുള്ള കമ്മല് കിട്ടണോ കരയണേ? പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ മറ്റവന് ബോധം വരും. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് അവളുടെ അടുത്തേക്ക് പോയിട്ട് അവളെ അങ്ങ് ഡൈവോഴ്സ് ചെയ്യാനായിട്ട് തീരുമാനിക്കും. എന്നിട്ട് തലാക്ക് ചെല്ലും. എന്നിട്ട് ഇതൊക്കെ നടക്കുമ്പോൾ അവൾ ഈ നടന്ന കാര്യങ്ങൾ അവനോട് പറയാണ്ട് മിണ്ടാണ്ട് നിൽക്കും. അപ്പൊ നിങ്ങൾ ചോക്കി എന്താ അവളിങ്ങനെ മിണ്ടാണ്ട് നിന്നേന്ന്? കാരണം ഇതൊരു പേട്ടപ്പാടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പാർട്ടിയിൽ ഉണ്ടായ അവളുടെ കൂട്ടുകാരി അവൻ്റെ അടുത്ത് വന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയും. ഇത് കേട്ടിട്ട് ഇവൻ അവളുടെ വീട്ടിൽ പോയിട്ട് അവളെ ഞാൻ വീണ്ടും കെട്ടിക്കൊണ്ടെന്ന് പറയും. അപ്പൊ അവളുടെ മാമൻ പറയും, നീ തലാക്ക് പറഞ്ഞ് അവളെ ഡൈവോഴ്സ് ചെയ്തിട്ട് അവളെ വീണ്ടും നിനക്ക് കെട്ടണമെങ്കിൽ അവള് വേറൊരാളെ കല്യാണം കഴിച്ചിട്ട് അവളെ ഡൈവോഴ്സ് ചെയ്താലേ നിനക്ക് കെട്ടാൻ പറ്റുള്ളൂ, അത് നിയമം എന്ന് പറയും. പിന്നെ ഇവര് അവളെ ഫേക്ക് മാരേജ് ചെയ്യാനായിട്ട് ഒരു മസിലെണ്ണനെ സെറ്റ് ചെയ്യും. എന്നിട്ട് കല്യാണ ദിവസമാവും. ആ ദിവസം അങ്ങേര് വെള്ളടിച്ച് കിണ്ടിയായിട്ട് ഒരു സ്ഥലത്ത് സൈഡാവും. നാണോ? പിന്നെ മറ്റേ പെണ്ണ് നമ്മുടെ മുഖച്ചായ സ്റ്റാറിനെ ഫേക്ക് മാരേജ് ചെയ്യാനായിട്ട് തീരുമാനിക്കും. എന്നിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. പിന്നെ ഇവരുടെ ഫസ്റ്റ് നൈറ്റിന്റെ അന്ന് മറ്റവൻ ടെൻഷൻ അടിച്ചിട്ട് ഇവരുടെ റൂമിന്റെ പുറത്ത് കാവലിരിക്കും. കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ, പിന്നെ അത് ശീലായിക്കോളും. പിന്നെ ആ റൂമിൽ നമ്മുടെ മുഖച്ചായ സ്റ്റാറിന് നമ്മുടെ മമ്മൂട്ടിയുടെ പ്രേതാണ്ട് പിടിച്ചിട്ട് എന്നിട്ടാണ്ടൊക്കെ കിടന്ന് കാണിക്കും. സത്യത്തിൽ നിനക്കെന്താ ജോലി? നീ ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? ഹാജി മസ്താന്റെയും കരീം ലാലയുടെയും ചോട്ടാ രാജന്റെയും പഴയ ബോംബെ. പിന്നെ മോർണിംഗ് ആകുമ്പോൾ നമ്മുടെ മുഖച്ചായ സ്റ്റാർ മറ്റവൻ്റെ അടുത്ത് പോയിട്ട് അവളെ ഞാൻ ഡൈവോഴ്സ് ചെയ്യില്ലാന്ന് പോയി പറയും. പിന്നെ അവളുടെ അടുത്ത് പോയിട്ട് ഇവൻ ക്യൂട്ട്നെസ് കാട്ടിയിട്ട് മെഴുകും. എനിക്ക് ഞാൻ വാവേന്ന് വിളിക്കാം. അതും ഇഷ്ടമായില്ലെങ്കിൽ എന്നൊരു ഫ്രഷ് പേരുണ്ട്, കുണുവാവ. നിനക്ക് ഭ്രാന്ത് പിടിച്ച. പിന്നെ വീട്ടിലേക്ക് നമ്മുടെ മുഖച്ചായ സ്റ്റാറിന്റെ കൂട്ടുകാരനായിട്ടുള്ള സ്പ്രേ മാൻ വരും. എന്നിട്ട് അവിടെയുള്ള ആൾക്കാരുടെ മുഖത്തേക്ക് സ്പ്രേ ചെയ്യും. നീ ഇവന്റെ ആരാ? അവര് തമ്മിൽ കോമ്പറ്റീഷൻ അല്ലേ? അവരിൽ ആരാണ് കൂടുതൽ ബോറന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തില്ല. പിന്നെ ഉമ്മമാരുടെ ഈ വെറുപ്പിക്കല് സഹിക്കാൻ പറ്റാണ്ട് ആ പെൺവീട്ടുകാരെല്ലാവരും കൂടി ഇവർക്ക് ഒരു കൊട്ടേഷൻ കൊടുക്കാന്ന് തീരുമാനിക്കുക. എന്നിട്ട് ഒരു ഗുണ്ടയുടെ അടുത്തേക്ക് പോവും. ആ ഗുണ്ടയ്ക്ക് ആ പഞ്ചായത്തിൽ ഒരു കൊട്ടേഷൻ കൊടുക്കാനായിട്ട് ഒരു ഓഫീസ് തന്നെ തുറന്നു വെച്ചിട്ടുണ്ട്. ഗുണ്ടകളുടെ വില കളയാൻ ഇറങ്ങിയിരിക്കുന്ന പന്നികള്. ഞാൻ പ്രശസ്ത ഗുണ്ടാ നേതാവ് ഹംസമോൻ.
പിന്നെ ഇങ്ങേര് ഇവർക്ക് കുറച്ച് ഗുണ്ടകൾ സെറ്റ് ചെയ്ത് കൊടുക്കും, കുറച്ച് പല്ലൊക്കെ കൊഴിയാറായിട്ടുള്ള ഗുണ്ടകൾ. എന്നിട്ട് അവിടെ ചെന്നിട്ട് അങ്ങേര് വടിയെടുത്തിട്ട് താഴേക്ക് എറിയും. എന്നിട്ട് അത് കറങ്ങി പോയിട്ട് ഇങ്ങേരെ ബോൾസിൽ കൊള്ളും. കോമഡി. ഒരു 30 കൊല്ലം മുന്നേ. കോട്ടെ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. പിന്നെ മറ്റവൻ ശരിക്കലത്തെ ഗുണ്ടകളെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മുഖച്ചായ സ്റ്റാറിനെ ഇടിച്ചു കൂട്ടും. അതിന്റെ ഇടയിൽ നമ്മുടെ മുഖച്ചായ സ്റ്റാറിന്റെ ഫോൺ റിങ് ചെയ്യുമ്പോൾ ഒരു മ്യൂസിക് വരും. ആ പാട്ട് പാടിയത് നമ്മുടെ മുഖച്ചായ സ്റ്റാറിന്റെ അനിയത്തി. ആ അനിയത്തി ലെവന്റെ ഗേൾഫ്രണ്ടാ. പിന്നെ ഇവരുടെ ഈ ചീഞ്ഞ ലവ് സ്റ്റോറിയുടെ ഫ്ലാഷ് ബാക്ക് നമ്മളെ കാട്ടി തരും. പണ്ട് ഇവനൊരു കഫേയിൽ ഇരുന്നിട്ട് ഒരു പാട്ട് പാടുന്ന പെണ്ണിന്റെ റീൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. അപ്പോഴേക്കും ആ റീലിൽ കണ്ട ആ പെണ്ണ് ആ കഫേയിൽ വെച്ച് ഇവൻ കാണും. അപ്പൊ എന്നെ ഇവന് ക്രഷ് അടിക്കുക. എന്നിട്ട് ഫുൾ ടൈം അവളുടെ റീൽ ഇങ്ങനെ ഇരുന്ന് കാണും. എന്നിട്ട് ബുൾസയോ കടിക്കുന്ന സമയത്ത് അവളുടെ റീല് കാണും. കാർ ഓടിക്കുമ്പോൾ അവളുടെ റീല് കാണും. ഓഫീസിൽ വെച്ച് അവളുടെ റീല് കാണും. പിന്നെ കുറെ നേരം വയറിളകിയ പോലെ ഇവള് പാട്ട് പാടിയ റീലൊക്കെ നമ്മളിങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കും. നിന്റെ റീലിനെ ഒരു കമന്റ്, നിന്റെ ശബ്ദം പ്രണയാദ്രമായ മാജിക്കൽ വോയിസ് ആണെന്ന്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. പിന്നെ കഫേയിൽ ഒരു വൃദ്ധനും മോളുണ്ട്. പിന്നെ അവരുടെ ഒരു ലവ് സ്റ്റോറി ഒക്കെ ഉണ്ട്. മുത്ത് കൈക്ക് മുത്തേ എന്തിനാ ഓവർ ആക്ടിങ് ഒക്കെ? 1 രൂപയ്ക്ക് അഭിനയിക്കാൻ പറഞ്ഞാൽ 9 രൂപയ്ക്ക് അഭിനയിക്കണ്ട കേട്ടോ. പിന്നെ മറ്റവൻ അവളുടെ റീലും കണ്ട് അവളുടെ പിന്നാലെ നടന്ന അവസാനം അവര് സെറ്റാവും. പിന്നെ മറ്റവനൊരു റിച്ച് ആയിട്ടുള്ള ഒരു പെണ്ണിന്റെ ആലോചന വരും. അപ്പൊ നൈസായിട്ട് ഇവളെ അങ്ങ് തേക്കും. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. പിന്നെ ഇവള് സാഡായിട്ട് ചാവാനായിട്ട് പോവും. അപ്പൊ മുഖച്ചായ സ്റ്റാർ ഇവളെ വീഡിയോ കോൾ ചെയ്യും. മുംബൈയിൽ നിന്നാന്ന് പറഞ്ഞിട്ട് ഗ്രീൻ സ്ക്രീനൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് ഇവൾക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കും. ഒരു ന്യൂജൻ പൊളിക്കിടാവല്ലേ നീ, അവനോടൊക്കെ പോവാൻ പറ. പിന്നെ ഇത് കേട്ട് ചാർജ് ആയിട്ട് അവള് ചാടന്ത് ക്യാൻസൽ ചെയ്യും. എന്നിട്ട് നടു റോട്ടിക്കോടെ ഇവന് വീഡിയോ കോൾ ചെയ്തിട്ട് പോവും. അപ്പൊ ഒരു കാറ് വന്ന് ഇടിച്ചിട്ട് ഇവള് കോമയിലാവും. ഒരു പാവം മാങ്ങയാണവൻ, കോമാങ്ങ. പിന്നെ നമ്മുടെ മുഖച്ചായ സ്റ്റാർ മറ്റവനും അവളിയും പിടിച്ചിട്ട് ആ ഇടിച്ച കാറ് ഇവളുടെയാണെന്ന് പറയും. പിന്നെ ആ ഇടിച്ച കാറ് ഓടിച്ചേക്കുന്നത് ഇവനാണെന്ന് പറയും. എന്നിട്ട് ഒരു സലാം കാശ്മീർ ലെവലിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉണ്ട്. അതേടാ, ഞാൻ തന്നെ. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. പിന്നെ നമ്മുടെ മുഖച്ചായ സ്റ്റാർ ഇവനെ അങ്ങ് ഇടിച്ചു കൂട്ടിയിട്ട് വണ്ടി ഇടിച്ച് കൊല്ലും. അല്ലാതെ ഇവന് വണ്ടി ഇടിക്കണ സമയത്ത് എന്നിട്ട് ഇവനെ വെട്ടി ഒട്ടിച്ച് വെച്ചേക്കണ. അങ്ങനെ പടം കഴിഞ്ഞു. പിന്നെ കോമയിലായി അവളെ എഴുന്നേറ്റ് വന്നിട്ട് പാട്ട് പാടി നമ്മളെ വെറുപ്പിക്കും. അവന്റെ പാട്ട് കേട്ട് ആത്മാവ് വരെ വെണ്ണീറായി പോയി. പിന്നെ ഇവർ ഈ പടത്തിന്റെ പേരിട്ട് വെച്ചേക്കുന്നത് ബെസ്റ്റി എന്നാണ്. പിന്നെ എല്ലാ ബെസ്റ്റിയും ബെസ്റ്റി അല്ല എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ട്. ഇതും ഈ സിനിമയായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ ഒരു പേട്ടപ്പടമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും.